പുക്കാട്ടുപടി ടൗണിൽ നിന്ന് വളരെ അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു 4 BHK പ്രീമിയം വീടിൻ്റെ വിശേഷവുമായിട്ടാണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത്. നല്ലൊരു വീതിയുള്ള ടാർ റോഡ് ഫ്രണ്ടേജായിട്ട് സ്ഥിതി ചെയ്യുന്ന ഈ വീട് 5600 സെൻറ്റ് ലാൻഡിലായിട്ട് 2600 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം അറ്റാച്ച്ഡായിട്ട്, കൂടാതെ 2-3 വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റുന്ന, കവേർഡായിട്ട് പാർക്ക് ചെയ്യാൻ പറ്റുന്ന സൗകര്യത്തിലുള്ള ഒരു വീടിൻ്റെ വിശേഷത്തിലേക്കാണ്. ഇനി നമുക്ക് വീടിൻ്റെ ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ലൊരു ബോക്സി ടൈപ്പ് കണ്ടംപററി എലവേഷനാണ് വീടിന് ഫോളോ ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിലുള്ള കളർ പാറ്റേൺ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ലോവർ പാനലിങ്ങും LED ലൈറ്റിങ്ങും ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയിൽ തന്നെയുള്ളൊരു ബോക്സി ടൈപ്പ് എലവേഷൻ നമ്മൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു വീതിയുള്ള ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് വീട് വരുന്നത്. അതിൻ്റെ കോമ്പൗണ്ട് വാളൊക്കെ നല്ല പെബിൾ ടെക്സ്ചറൊക്കെ കൊടുത്ത് നല്ല ഭംഗിയുള്ള ഒരു മിനിമലിസ്റ്റിക് ആയിട്ട് ഡിസൈനൊക്കെ കൊടുത്തിട്ട് നല്ല പില്ലർ ലൈറ്റുകളൊക്കെ കൊടുത്തിട്ട് ഭംഗിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. 2 സൈഡിലായിട്ട് ലൈറ്റിൻ്റെ പ്രൊവിഷൻസ് കൊടുത്തിട്ടുണ്ട്. ഒരു സൈഡിലേക്ക് സ്ലൈഡ് ചെയ്യാൻ പറ്റുന്ന, ഒരു സൈഡിലേക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന ഗേറ്റിൻ്റെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ നമുക്ക് വീടിൻ്റെ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ വിശാലമായിട്ടുള്ള 2 വണ്ടി ഒരേ സമയം പാർക്ക് ചെയ്യാൻ പറ്റുന്ന കവേർഡ് പാർക്കിംഗ് സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. കൂടാതെ ഒരു വാട്ടർ സ്റ്റോറേജിനുള്ള സൗകര്യം നമുക്ക് ഗ്രൗണ്ടിലായിട്ട് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അത്യാവശ്യം ഗാർഡൻ വർക്കുകളുടെ ഇതൊക്കെ പെൻഡിങ് നിൽക്കുന്നുണ്ട്. ഇനി ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയും അത്യാവശ്യം ഒരു വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റുന്ന സൗകര്യം നമുക്ക് കിട്ടുന്നുണ്ട്. കൂടാതെ ഈ എൻഡിലായിട്ട് നമുക്ക് ഒരു വാട്ടർ ഫൗണ്ടൈൻ്റെ വർക്ക് കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ വർക്കുകളൊക്കെ തീർത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തും അത്യാവശ്യം സെറ്റ് ബാക്ക് കൊടുത്തിട്ട് ഭംഗിയിൽ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ വീടിൻ്റെ സിറ്റ് ഔട്ടിലേക്ക് വരുമ്പോൾ നല്ല ഒരു വൈറ്റ് കളർ തീമിൽ വരുന്ന G7 സ്ലാബാണ് സിറ്റ് ഔട്ടിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഏകദേശം ഒരു 4-5 ചെയറൊക്കെ ഇട്ടിരിക്കാൻ പറ്റുന്ന സൗകര്യങ്ങൾ വരുന്നുണ്ട്. ഒരു പ്ലാന്റർ ബോക്സിൻ്റെ സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. സീലിങ്ങിലൊക്കെ നല്ല രീതിയിൽ LED ലൈറ്റിംഗ് കൊടുത്ത് ഭംഗിയിൽ തന്നെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി ഈ ഭാഗത്തായിട്ട് ഒരു ഫിക്സഡ് ഗ്ലാസിൻ്റെ വർക്ക് ടഫൻ ഗ്ലാസ്സിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മെയിൻ ഡോറിലേക്ക് വന്നു കഴിഞ്ഞാൽ പടിഞ്ഞാറ് ദർശനമായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു 2 പാളിയിൽ തീർത്ത തേക്കൂട്ടിൽ തീർത്ത ഡോറാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ ലിവിങ് സ്പേസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിങ് സ്പേസ് കിട്ടുന്നുണ്ട്. ഏകദേശം ഒരു 10-12 സീറ്റർ ചെയറൊക്കെ ഇടാൻ പറ്റുന്ന സൗകര്യങ്ങൾ വരുന്നുണ്ട്. ഈ സൈഡിലായിട്ട് ചെറിയൊരു പാഷിയോടെ സൗകര്യങ്ങൾ ടഫൻ ഗ്ലാസ്സിൽ സ്ലൈഡിങ് ഡോറൊക്കെ കൊടുത്തിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ബിഹൈൻഡിലായിട്ട് ടൈലിൻ്റെ വർക്കുകളൊക്കെ നല്ല ഭംഗിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡബിൾ ഹൈറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്ന ഒരു ഏരിയയിൽ നല്ല രീതിയിൽ വലിയൊരു ഷാൻലിയർ കൊടുത്തിട്ടുണ്ട്. ഭിത്തിയിലൊക്കെ ആയിട്ട് ഫിക്സഡ് ഗ്ലാസിൻ്റെ വർക്കുകൾ വിസിബിലിറ്റി കോൺസെപ്റ്റിൽ തന്നെ ചെയ്യാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. സീലിംഗ് വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ നിന്ന് നേരെ ഡൈനിങ്ങിൻ്റെ പാസേജിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല വലിയൊരു ഡൈനിങ് ടേബിളൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങൾ വരുന്നുണ്ട്. ഒരു 8-10 ചെയറൊക്കെ ഇട്ടിരിക്കാൻ പറ്റുന്ന ഡൈനിങ് ടേബിളിലെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. കോർണറായിട്ട് ഒരു വാഷ് കൗണ്ടറിൻ്റെ സൗകര്യങ്ങളും ഒരു ക്വാളിറ്റിയുള്ള വാഷ് കൗണ്ടറും ഒരു കൺസീൽഡ് ടാപ്പും കൊടുത്തിട്ടുണ്ട്. ഇനി ഭിത്തിയിലൊക്കെ ആയിട്ട് നല്ലൊരു സിമൻറ്റ് ടെക്സ്ചറിൻ്റെ വർക്കുകൾ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. സീലിങ്ങിലൊക്കെ നല്ല ഭംഗിയുള്ളൊരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ താഴേക്കായിട്ട് ഇൻവെർട്ടർ ക്യാബിൻ്റെ സൗകര്യങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ പോകുന്നത് വീടിൻ്റെ ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിലുള്ള കിച്ചണിലേക്കാണ്. നല്ല ഭംഗിയുള്ള ഒരു ആർക്ക് ഡിസൈനിലുള്ള ഒരു കോൺസെപ്റ്റാണ് ഓപ്പൺ കിച്ചന് കൊടുത്തിരിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ വരുന്നുണ്ട്. അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു കിച്ചൺ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. വടക്ക് കിഴക്ക് മൂലയിലായിട്ടാണ് കിച്ചൻ്റെ സ്ഥാനം വരുന്നത്. നല്ല രീതിയിൽ നല്ലൊരു കളർ പാറ്റേൺ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ധാരാളം സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട്. കിഴക്കോട്ട് ചിമ്മിണി വയ്ക്കാവുന്ന പ്രൊവിഷൻസ് കൊടുത്തിട്ടുണ്ട്. താഴെയും അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റോറേജ് കൊടുത്തിട്ട് ടാൻഡം ബോക്സ് കൊടുത്ത് ഭംഗിയിൽ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെയും ഒരു നല്ല രീതിയിലൊരു സ്റ്റോറേജ് വർക്കുകൾ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ വലിയൊരു ഡബിൾ ഡോർ സൈഡ് ടു സൈഡായിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഡബിൾ ഡോർ ഫ്രിഡ്ജൊക്കെ വയ്ക്കാൻ പറ്റുന്ന സൗകര്യങ്ങൾ നമുക്ക് അവൈലബിൾ ആണ്. സീലിങ്ങിലൊക്കെ അത്യാവശ്യം വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള ഒരു മൾട്ടി സിങ്കിൻ്റെ പ്രൊവിഷൻസ് കൊടുത്തിട്ടുണ്ട്. ടാപ്പ് സൗകര്യങ്ങളെല്ലാം വരുന്നുണ്ട്. 2 സൈഡിലായിട്ടും വിൻഡോ സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെയായിട്ട് നമുക്ക് ഒരു ഓവനൊക്കെ വയ്ക്കാൻ പറ്റുന്ന താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസുകളും കൊടുക്കാൻ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവിടെ നിന്നിട്ട് നമ്മൾ അടുത്ത ഏരിയ വരുന്നത് വർക്ക് ഏരിയ സ്പേസിലേക്കാണ്. കവേർഡായിട്ടുള്ള ഒരു ഇൻബിൽഡ് വർക്ക് ഏരിയ നമുക്ക് കിട്ടുന്നുണ്ട്. ക്വാളിറ്റിയുള്ള ഒരു സിങ്കും കൗണ്ടർ ടോപ്പും കിട്ടുന്നുണ്ട്. താഴെയായിട്ടും മേളിലായിട്ടും സ്റ്റോറേജ് സ്പേസുകൾ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെയും അത്യാവശ്യം സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. വീടിന് ചുറ്റും ഒരാൾക്ക് ഭംഗിയായിട്ട് നടക്കാൻ പറ്റുന്ന സൗകര്യങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ വരുന്നത് ഈ വീടിൻ്റെ
താഴത്തെ നിലയിൽ 2 ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ബെഡ്റൂം സ്പേസിലേക്കാണ് നമ്മൾ വരുന്നത്. വലിയൊരു മാസ്റ്റർ ബെഡ്റൂം കോൺസെപ്റ്റിലുള്ള ബെഡ്റൂം തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകൾ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. 2 സൈഡിലായിട്ട് വിൻഡോ സൗകര്യങ്ങൾ വരുന്നുണ്ട്. ഹെഡ് റെസ്റ്റ് വരുന്ന ഭാഗത്ത് ചെറിയൊരു ഡിസൈൻ വർക്കുകളൊക്കെ പ്രൊഫൈലിൽ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി ഈ ഭാഗത്തായിട്ട് നല്ല ലാർജ് ക്വാണ്ടിറ്റിയിലുള്ള ഒരു കബോർഡ് വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു കളർ പാറ്റേൺ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് നമ്മൾ ഈ ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ബാത്റൂമിലേക്കുള്ള എൻട്രിയുടെ സൈഡിലായിട്ട് ഒരു ഡ്രസ്സിങ് മിററിൻ്റെ സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസുകളും മേക്കപ്പ് ഷെൽഫുകളും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റിയുള്ള ഫിറ്റിങ്സുകൾ സെറഡ ഉപയോഗിച്ചിട്ടുണ്ട്. സെറഡ തന്നെ ഡൈവേർട്ടറും സ്പൗട്ടും റെയിൻ ഷവറും എല്ലാം കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള ടൈൽ പാറ്റേൺ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കൗണ്ടർ ടോപ്പ്, വാഷ് ബേസിൻ്റെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. ഇനി നമ്മൾ താഴത്തെ നിലയിലെ 2ാമത്തെ ബെഡ്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു 130ഓളം സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു ബെഡ്റൂം സ്പേസ് നമുക്ക് ഇവിടെയും കിട്ടുന്നുണ്ട്. ഹെഡ് റെസ്റ്റ് വരുന്ന ഭാഗത്ത് വിൻഡോയുടെ സൗകര്യങ്ങളും ചെറിയൊരു ലോവർ പാനലിംഗ് വർക്കുകളും കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലായിട്ടൊരു 4 പാളി വിൻഡോയുടെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. സീലിംഗ് വർക്കുകൾ ഭംഗിയിൽ തന്നെ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇവിടെയും അത്യാവശ്യം വലിപ്പമുള്ള കബോർഡ് വർക്കുകൾ തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. നല്ലൊരു കളർ പാറ്റേൺ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഡ്രസ്സിംഗ് മിററിൻ്റെ സൗകര്യം അതിനോട് അറ്റാച്ച്ഡ് ആയിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യവും നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ പോകുന്നത് ഈ വീടിൻ്റെ സ്റ്റെയറിൻ്റെ ഭാഗത്തേക്കാണ്. ഒരു ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ വരുന്ന സ്റ്റെയർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഫ്ലോറിലായിട്ട് ഒരു വുഡൻ പാറ്റേണിൽ വരുന്ന മാറ്റ് ഫിനിഷ് ടൈല് കൊടുത്തിട്ടുണ്ട്. താഴെയായിട്ട് നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഇൻവെർട്ടറിൻ്റെ സ്റ്റോറേജ് സ്പേസുകൾ വരുന്നുണ്ട്. ചെറിയൊരു ഷങ്കൺ സ്പേസ് അവിടെ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. സ്റ്റെയർ കയറി നമ്മൾ വരുമ്പോൾ ഹാൻഡ് റെയിലിനായിട്ട് ടഫ് ആൻഡ് ഗ്ലാസ്സിൽ തീക്കൂട്ടിൻ്റെ ഹാൻഡ് റെയിൽ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. സ്റ്റെയർ കയറി വരുന്ന ഭാഗത്തൊക്കെ ഡബിൾ ലൈറ്റഡ് ആയതുകൊണ്ട് തന്നെ ഇവിടെയും അത്യാവശ്യം നല്ലൊരു ചെറിയ ഒരു ഹാങ്ങിങ് ലൈറ്റിൻ്റെ സൗകര്യങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റെയർ കയറി വരുന്ന ഭാഗത്ത് ചെറിയൊരു അപ്പർ ലിവിങ് സ്പേസ് കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്ക് ടി യൂണിറ്റിൻ്റെ പ്രൊവിഷൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകൾ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. LED ലൈറ്റിങ്ങുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടെയും നമുക്ക് താഴത്തെ ലിവിങ് സ്പേസിൻ്റെ ഡബിൾ ലൈറ്റഡ് വ്യൂ നല്ല രീതിയിൽ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഹാൻഡ് റെയിലിൻ്റെ വർക്കുകൾ വരുന്നുണ്ട്. ഹാങ്ങിങ് ലൈറ്റുകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ പോകുന്നത് ഈ വീടിൻ്റെ മുകളിലത്തെ നിലയിലെ 3ാമത്തെ ബെഡ്റൂം സ്പേസിലേക്കാണ്. നമ്മൾ താഴെ കണ്ട ബെഡ്റൂം പോലെ തന്നെ വലിയ ബെഡ്റൂമാണ്. ഏകദേശം ഒരു 160ഓളം സ്ക്വയർ ഫീറ്റ് വരുന്ന ബെഡ്റൂം സ്പേസാണ്. നല്ലൊരു വെളിച്ചത്തിനുള്ള സൗകര്യങ്ങൾ, വിൻഡോ സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് എലവേഷൻ്റെ ഭാഗമായിട്ട് വരുന്ന വൈഡ് വിൻഡോയുടെ സൗകര്യം ഈ ഭാഗത്തും വരുന്നുണ്ട്. ഡ്രസ്സിംഗ് മിറർ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസുകൾ ഇവിടെയും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വെറ്റ് ആൻഡ് ഡ്രൈ പ്രിൻസിപ്പിളിൽ വരുന്ന ബാത്റൂം സ്പേസ് നമുക്ക് അവിടെയും കിട്ടുന്നുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ വരുന്നത് 4ാമത്തെ ബെഡ്റൂം സ്പേസിലേക്കാണ്. ഏകദേശം 130ഓളം സ്ക്വയർ ഫീറ്റ് വരുന്നൊരു ബെഡ്റൂം സ്പേസ് തന്നെയാണ്. വിൻഡോ സൗകര്യങ്ങൾ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഹെഡ് റെസ്റ്റ് വരുന്ന ഭാഗത്ത് ലോവർ പാനലിംഗ് കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലും ഒരു 4 പാളി വിൻഡോയുടെ സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ സീലിംഗ് വർക്കുകളും LED ലൈറ്റിങ്ങുകളും കൊടുത്തിട്ടുണ്ട്. കബോർഡ് വർക്കുകളൊക്കെ നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂം സ്പേസ് തന്നെ നമുക്ക് ഇവിടെയും കിട്ടുന്നുണ്ട്. ജാഗോറിൻ്റെയും സെറയുടെയും ഫിറ്റിങ്സുകൾ തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ വരുന്നത് ഈ വീടിൻ്റെ സ്റ്റഡി സ്പേസിലേക്കാണ്. 4 ബെഡ്റൂം അറ്റാച്ച്ഡ് കൂടാതെ ഒരു സ്റ്റഡി കോർണർ കൂടി നമുക്ക് ഈ വീട്ടിൽ അവൈലബിൾ ആണ്. നമുക്കൊരു കമ്പ്യൂട്ടർ ടേബിളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസുകൾ വരുന്നുണ്ട്. മുകളിലായിട്ട് ബുക്ക് ഷെൽഫിൻ്റെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. സീലിംഗ് ഫാൻ ഇടാനുള്ള സൗകര്യങ്ങൾ വരുന്നുണ്ട്. കൂടാതെ LED ലൈറ്റിങ്ങും സീലിംഗ് വർക്കുകളും ഭംഗിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അവിടുന്ന് നമ്മൾ നേരെ പോകുന്നത് ഈ വീടിൻ്റെ യൂട്ടിലിറ്റി സ്പേസിലേക്കാണ്. ഇതൊരു യൂട്ടിലിറ്റി സ്പേസ് ആയിട്ടോ ബെഡ്റൂം സ്പേസ് ആയിട്ടോ സെർവൻറ്റ് റൂമായിട്ടോ മെയ്ഡ് റൂമൊക്കെ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ഈ ഒരു മേക്കിംഗ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള ഏകദേശം ഒരു 140ഓളം സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു ബെഡ്റൂം സ്പേസ് പോലെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കബോർഡ് വർക്കുകൾ വരുന്നുണ്ട്. സ്ലൈഡിംഗ് ഡോർ UPVC പാനലിൽ ഭംഗിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഭാഗത്തായിട്ട് നമുക്ക് വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള പ്രൊവിഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളിവിടുന്ന് പുറത്തേക്കുള്ള സ്റ്റെയറിലേക്ക് പോകാനുള്ള ടെറസിലേക്ക് പോകാനുള്ള സ്റ്റെയറിൻ്റെ സൗകര്യങ്ങൾ കോൺക്രീറ്റിൽ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ ഡൂം വർക്ക് കൊടുത്ത് മഴ നനയാത്ത രീതിയിൽ ഭംഗിയിൽ തന്നെയാണ് ഈ ഒരു ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ പോകുന്നത് ഈ വീടിൻ്റെ മെയിൻ ബാൽക്കണി സ്പേസിലേക്കാണ്.
ബാൽക്കണി സ്പേസിൻ്റെ പാസേജിൻ്റെ രണ്ട് സൈഡിലുള്ള ഡബിൾ ഹൈറ്റ് വ്യൂ നമുക്ക് ആ ഭംഗിയിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ മെയിൻ ബാൽക്കണിയിലേക്ക് എത്തിയാൽ ഏകദേശം ഒരു 6-7 ചെയറൊക്കെ ഇട്ടിരിക്കാൻ പറ്റുന്ന സൗകര്യത്തിൽ നല്ല സേഫ്റ്റിയിൽ ഹാൻഡ് റെയിൽ വർക്കുകളൊക്കെ ടഫ് ആൻഡ് ഗ്ലാസ്സിൽ കൊടുത്തിട്ടുള്ള ഒരു ബാൽക്കണി സ്പേസ് തന്നെയാണത്. അത്യാവശ്യം നല്ല രീതിയിൽ കാറ്റും വെളിച്ചവും ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ വരുന്ന ഒരു ബാൽക്കണി സ്പേസ് നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. പുക്കാട്ടുപടി ടൗണിൽ നിന്ന് വെറും 750 മീറ്റർ മാത്രം മാറി സ്ഥിതി ചെയ്യുന്ന ഒരു പ്രീമിയം വീടിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത്. നല്ല ക്വാളിറ്റിയിൽ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു 4 ബെഡ്റൂം വീടിൻ്റെ വിശേഷങ്ങളാണിത്. ഇനി നമുക്ക് വീടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ 5600 സെൻറ്റ് ലാൻഡിലായിട്ട് 2600 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം അറ്റാച്ച്ഡ്, കൂടാതെ സ്റ്റഡി റൂം, യൂട്ടിലിറ്റി ഏരിയ, വർക്ക് ഏരിയ സൗകര്യത്തോടു കൂടി ഒരു സമയം 3ഓളം വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഈ വീടിന് ബിൽഡർ ആവശ്യപ്പെടുന്നത് 1,30,00,000 രൂപയാണ്. വില തികച്ചും നെഗോഷ്യബിൾ ആണ്. ഈ വീട് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചോയ്സ് പ്രോപ്പർട്ടീസിൻ്റെ താഴെ കാണുന്ന നമ്പറിൽ മടിക്കാതെ ഇപ്പോൾ തന്നെ ബന്ധപ്പെട്ടോളൂ.